കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുറേ സ്കില്ല് കളിച്ച്, പക്ഷേ എന്തോ ഭാഗ്യത്തിനാണെന്ന് ഞാൻ രക്ഷപ്പെട്ടത്. എന്താ അറിഞ്ഞൂടാ, എനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് അതേ എൻ്റെ ചെറിയൊരു ഭാഗ്യക്കേട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇവിടെ ഒരു മൈനിങ് ഏരിയ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഇതെനിക്ക് അത്രയും നല്ല ഏരിയ തോന്നുന്നില്ല. ഇത് ചെറുതാവാനാണ് ചാൻസ്. അതാണ്ട് അത്യാവശ്യം ചെറുതാവാനാണ് ചാൻസ്. അപ്പോൾ ഞാൻ ആലോചിക്കണം, എന്തായാലും നമുക്ക് ഡയമണ്ട് പോകണമെങ്കിൽ ബെഡ് റോക്ക് വരെ പോകണം. അതുവരെ പോകണമെങ്കിൽ നൈറ്റ് ആവാറായ ഇല്ല, അതുവരെ പോകണമെങ്കിൽ നല്ല കുറേ പിക്കാക്സ് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അയൺ പിക്കാക്സ് ഞാൻ ഇപ്പോൾ എടുക്കണില്ല. എന്തായാലും ഞാൻ ഈ പ്രാവശ്യമൊന്നും അയൺ ടൂൾസ് എടുക്കില്ല. ഇനി ഡ്രാഗനെ കൊല്ലാൻ നേരത്ത്, ഡ്രാഗനെ കൊല്ലുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി കൊല്ലാൻ പറ്റുമെങ്കിൽ, കൊല്ലാൻ പോകണമെങ്കിൽ നമ്മൾ ഈ അയൺ ടൂൾസ് വെച്ചായിരിക്കും കൊല്ലാണ്ടത്, ഡയമണ്ട് കിട്ടണ വരെ. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും എടുക്കാത്തത്. അതുകൊണ്ട് ഇവിടെ പിന്നെ ഈ വാൾഡറിങ് ട്രേഡർ വന്നു. അവനെ എടാ നീയൊക്കെ എന്തറാ, എടാ നീയൊക്കെ റേറല്ലേടാ, പിന്നെ നീ എവിടെ നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുമോ നിൻ്റെ ഇത്? എനിക്ക് നിന്നെ പിടിച്ച് വയ്ക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്യണല്ലോ. എന്താ അയ്യോ എനിക്ക് വയ്യേ. ആപ്പിൾ എടുത്ത് എന്തെങ്കിലും നടക്കോ? ഒരു ആപ്പിൾ തരാം പറ്റുമോ? പറ്റൂല, വേണം നീ പോടോ, നീ പണ്ടേ വിടായിപ്പാ. പറ്റിച്ചേ എൻ്റെ ആളിയ. കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്കത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ചെന്നിട്ടേ എന്തൊക്കെയോ കാര്യമായിട്ട് നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടെ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് സത്യം. ഇതിനകത്ത് ബ്രൂയിങ് സ്റ്റാൻഡുള്ള വീടില്ലടാ. ഇതാണ് ഈ വീട്, അതാണ് എടാ ഒരു ബ്രൂയിങ് സ്റ്റാൻഡുള്ള വീടില്ല. അപ്പം ഞാൻ ബ്രൂയിങ് സ്റ്റാൻഡ് കണ്ടുപിടിക്കണോ? എനിക്കൊന്നും വയ്യ, ഈ പിന്നെ എപ്പോഴും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മളൊരു മൈനിങ് ഏരിയ സെറ്റാക്കണം. അതിന് പെർഫെക്റ്റ് സ്പോട്ട് കണ്ടിരിക്കണം. ഷവല് എൻ്റെ ഒരെണ്ണം, അത് ഞാൻ എടുത്തോളാം. ഷവലിൻ്റെ ഒരെണ്ണമുണ്ട്. ഞാൻ ഈ ബോട്ടിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം നിന്നെ ഞാൻ ഒന്നും പറയില്ല. ഇവിടെ ചെറുത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വയ്ക്കാം. എന്തായാലും അയൺ ടൂൾസൊന്നും ഞാൻ ഇപ്പോൾ എടുക്കണം, അത് ശരിയല്ല. ചത്ത ഇത്ര ഇത് എടുത്തിട്ടും വച്ചിട്ടും കാര്യമില്ല. ചത്തുപോയില്ലേ പിന്നെന്തിരി. അപ്പോൾ അതൊക്കെ മാക്സിമം ഉപയോഗിക്കാനാണ് നോക്കണ്ടേ അല്ലേ. എന്തായാലും ഇപ്പോഴത്തേക്ക് ഞാൻ എടുക്കണില്ല. എൻ്റെ സ്റ്റോൺ പിക്കാക്സ് കൊടുത്ത് സ്റ്റോൺ ഇല്ല എൻ്റെ കയ്യിൽ. എത്ര പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക്? ഒരു പിക്കാക്സ് എന്തിനീ ഉണ്ടാക്കി വെച്ചിരിക്കും ആവശ്യം വരും. അപ്പം നല്ലൊരു ഏരിയ ഒക്കെ ഇവിടെ വെച്ചാൽ ഇപ്പം തൽക്കാലത്തേക്ക് ഫുള്ളൊന്നും എന്നെ കൊണ്ട് പറ്റൂല. പറ്റണവരെ ഞാൻ മൈൻ ചെയ്തോളാം. അതിന് മുമ്പ് ഞാൻ ഈ ഗുഹയിൽ ഒന്നും കൂടെ കയറണേ, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, എൻ്റെ ടോർച്ചൊന്നുമില്ല. സോംബി വല്ലതും ഉണ്ടോന്ന് ഒളിയോ? എനിക്കത് മര്യാദക്കേടാണ്. ഇപ്പം പോയാൽ ശരിയാവൂല. ഒരു കാര്യം ചെയ്യാം, നമ്മളെ വില്ലേജിൻ്റെ കോർഡിനേറ്റ്സ് എത്രയായിരുന്നു? 66. ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ 65, 75. ഓക്കെ, 65, 75 വെച്ച് പോയാൽ മതി. അപ്പോൾ നമ്മൾ 65, 75 നമ്മളെ കോർഡിനേറ്റ്സ്. ഇവിടെ എവിടെയെങ്കിലും ഒരു ഗുഹ ഉണ്ടോന്തോ. നമ്മൾ 65. ഓക്കെ പൊസിഷൻ അറിയാലോ. 65 ചാവല്ല അതിനോടൊപ്പം. അയ്യോ എൻ്റെ ബെഡ് എടുക്കാൻ ഞാൻ മറന്നു. അതിന് മുമ്പ് മുകളിൽ വേണ്ട. അതുകൊണ്ട് ഇവിടെ മൈനിങ് സെറ്റാക്കാൻ പറ്റും. അല്ല സെറ്റാക്കല്ല, അതുകൊണ്ട് ഇവിടെ ഒരു ഗുഹ തന്നെയുണ്ട്. ഇവിടെ ഒരു അയൺ എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റൂടെ? സാഡിൽ ഉണ്ടാക്കാൻ മാത്രം. എൻ്റെ ലൈഫ് അതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കണം. അവൻ്റെ ഒരു അയൺ ഇപ്പോൾ ഇവിടെ നിന്ന് ഒപ്പിച്ചോണ്ട് വന്ന് അതേ മര്യാദ കയറിപ്പോയാൽ പോരി. അതിനെ കയറി പോകണേന്ന് എൻ്റെ ശരിയെങ്കിലും നമ്മൾ എത്ര നാൾ വെച്ചിരിക്കും, എത്ര നാൾ വെച്ച് നമ്മൾ ബീറ്റായിട്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പം ചെന്നിട്ട് മൈനിങ് സെറ്റാക്കാം, പെട്ടെന്ന് സെറ്റാക്കാം. എൻ്റെ പണി കഴിയാറായെന്നാണ് തോന്നുന്നത്. 23 ഡേട്ടും ഉണ്ട്, ഞാനും ഉണ്ട്. ഞാനും അത്രയുള്ള പുകയാണ്.
ഓക്കെ, ഇവിടെ നിന്ന് കയറി ഇവിടെ നിന്ന് വന്ന് ഇവിടെ പോയി ഇത് ഞാൻ അങ്ങ് വെച്ച് പോ. ഒരു കാര്യം ചെയ്യും, എൻ്റെ വീട്ടിൻ്റെ അവിടെ തന്നെ ഒരു മൈനിങ് സെറ്റാക്കാം. ഇവിടെ ഒന്നും സെറ്റാക്കിയിട്ട് കാര്യമില്ല. എന്തായാലും 65 പൊസിഷൻ 65. എടാ ഇത് താണ്ട അടുത്ത് അല്ലേ നമ്മളെ വില്ലേജിൻ്റെ അടുത്തുള്ള ഗുഹ തന്നെ. ഇവിടെ നമ്മൾ കയറി ഇത് കയറിയ ഗുഹ തന്നെയല്ലേ, പക്ഷെ കാണുമ്പോൾ പുതിയ ഗുഹ പോലെ തോന്നും. എന്താണെന്തോ എനിക്ക് മാത്രം അങ്ങനെ. ഓക്കെ, നമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ നോക്കിയിട്ട് വരാം. എന്തായാലും ഗുഹ ഫൈൻഡിങ് എ കേവ് ഇവിടെ നമ്മൾ കുഴിച്ച് എന്തായാലും നമ്മൾ വെള്ളത്തിൻ്റെ അവിടെ എത്തുള്ളൂ. രാത്രിയായ ഒന്നും നോക്കല്ലോ, ഓടി ചെന്ന് അവിടെ ഒളിച്ചിരുന്നാൽ മതി. ഒളിച്ചിരിക്കല്ല, അങ്ങനെ ചെയ്താൽ മതി. നമുക്കിനി ശവലെടുത്ത് ഇവിടെ അങ്ങ് കുഴിച്ച് തുടങ്ങാം. എനിക്ക് കുതിര വേണം, എന്നാലേ കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് ശവലാണെങ്കിൽ എനിക്ക് അയം വേണം. മൈൻഡ് ചെയ്താൽ പോരും. പക്ഷേ ഇത് പെട്ടെന്ന് ശവല് മര്യാദക്കുള്ള വഴി ഉണ്ടാക്കി വെച്ചാൽ പോരെ. എന്നെ മോശമാക്കിയിട്ട് എടുക്കണല്ലോ ഞാൻ. ഞങ്ങൾ പോയാൽ മതി. മാക്സിമം കൈ കൊണ്ട് മാക്സിമം പൊട്ടിക്കാൻ അത്രയും പൊട്ടിച്ചാൽ നല്ലത്. നമുക്ക് ഇതിൻ്റെയൊക്കെ ഹെൽത്ത് പക്ഷേ നമ്മൾ ഇനി താഴോട്ട് കുഴിക്കണ്ടേ, ഇനി താഴോട്ട് പണി പാളിയോന്ന് ഡൗട്ട്. രാത്രിയാവാറായി. അയ്യോ രാത്രിയാവാറായി. എൻ്റെ വില്ലേജ് ഇങ്ങോട്ട് തന്നെ. നമ്മൾ പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എടാ നമ്മൾ അങ്ങോട്ട് അതാണ് അങ്ങോട്ട് വില്ലേജ്. ഇങ്ങോട്ട് പോണേ. ഇനി കാര്യം ചെയ്യും, ബെഡും കൂടെ കയ്യിലെടുത്തോണ്ടോ, അതായിരിക്കും നല്ലത്. രാത്രിയാവാറേ അവരൊക്കെ ഇറങ്ങണ അവർ ഓൾറെഡി ഇറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. സോംബിയല്ലേ ഗുഹയെന്നാണ് പറഞ്ഞത്. ഈ ഗുഹയെ കടച്ചു കൂട്ടിയാൽ പോരെ. ഒരു ചെറിയ ഫൈറ്റിന് ഇറങ്ങണോ വേണ്ടി നമ്മൾ സോഡ ഇവിടെ അത് പൊട്ടാറായി. ചെറിയൊരു ഫൈറ്റിനങ്ങ് ഇറങ്ങിയാലോ വേണമെങ്കിൽ പറ്റും. നിങ്ങളെ മുതലാളി ഞാൻ പേടിച്ച് പോയാണ്, നിങ്ങളെ പറ്റിച്ച് പോയി. ഓക്കെ, നമ്മളെ വീട് താണ്ടിരിക്കുന്ന ഒരു ഫൈറ്റിന് ഇറങ്ങേണ്ടി വരും മിക്കവാറും. ഇനി നമുക്ക് പോയി കിടക്കാം. എന്തായാലും എപ്പോഴും എടാ യവനെ കൊണ്ട് ഞാൻ കാണോട്ടാ ബെസ്റ്റ് മകൻ. എന്നെ ബെഡ് എടുത്തിട്ട് പോകും. എവിടെ നോക്കട്ടെ എന്നോട് എടാ പന്ന സ്കെലട്ടാ. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ നടക്കില്ല. എടാ പന്ന ഇത് നടക്കും തോന്നട്ടെ. ചാടിയാ പോരെ. അവർക്ക് ഇരിക്കണ നല്ല കിണ്ണായിരുന്നു. അയ്യോ ഞാൻ ചത്താ. ഞാൻ ചത്തു നോക്കി. നമുക്ക് പോ കിട്ടിയടാ. എന്താ ഇവിടെ നടന്ന ഈ ക്രീപ്പറോ? ഞാൻ എന്തൊക്കെയാണ് കൊച്ചു കാലത്ത് നടക്കണത്. ഇത് കൊച്ചു കേരളം നമ്മുടെ ഗെയിമിന് വട്ടയാണ്. ഞാൻ സ്കെലട്ടനെ ഒന്ന് തിരിച്ചു ഞാൻ ക്രീപ്പർ അവിടെ ഇത്ര നേരമായിട്ട് ഒരു ക്രീപ്പർ ഇല്ല. എടാ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നല്ല ബോ കിട്ടി. ഇത് പക്ഷെ എനിക്ക് റിപ്പയർ ചെയ്യാൻ വേറെ ബോ വേണം. അതിനി ഉണ്ടാക്കണമല്ലോ ദേഷ്യ. നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ എന്നത് കിടക്കട്ടെ സൂക്ഷിച്ചിരുന്നാണേ. നമുക്ക് ടോർച്ചും കൊണ്ട് ഇറങ്ങേണ്ടി വരും മക്കളെ. ടോർച്ചില്ല. എടാ ഇത് ഇൻഫിനിറ്റി പോടാ. പവർ 2 എന്തായാലും നമ്മളിപ്പോൾ എടുക്കണല്ലോ. ഇപ്പോഴത്തേക്ക് നമ്മൾ എടുക്കണം. നമ്മളിനി എടാ നമ്മളെ ബെഡ് എടുക്കാനിടാ വന്നേ. വെറുതെ സമയം കളയാണ്. മൈൻഡ് ചെയ്യാനുള്ള ടോർച്ച് എടുക്കണം. ടോർച്ച് എടുക്കണം. എടുത്തെടുത്തെടുത്ത് അതിനകത്ത് പോയി മൈനിങ് ചെയ്യാം. എവിടെയാടാ ഞാൻ മൈനിങ് ചെയ്ത് വെച്ചേ? ഈശ്വരാ
തെറ്റിയാന്തോ. ഞാൻ കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് അല്ലേ, അത് വേറെ ഏതെങ്കിലും ബുഷ്ക്രാഫ്റ്റ് ആണോ? ഇവിടെ ചാടിയെത്തൂല. ലൈഫില്ല. വെരി ഗുഡ്. ഇവിടെ നിന്ന് ചാടിയാ പോരെ. ഇത് ഏതാണ് ഗുഹ? ഇത് മൈനിങ്ങിലെയാണ് നമ്മൾ വന്ന ഗുഹ. പിന്നെ അവർ പിന്നെയും പറ്റിക്കുന്നു ഗൈസ്. നിനക്കൊക്കെ ദ്രോഹം ഉണ്ടാടാ. ഞാൻ എവിടെയാടാ കുഴിച്ചേ? എവിടെ ഞാൻ കുഴിച്ച സ്ഥലം ഇവിടെ എൻ്റെ വില്ലേജ് ഇതാണ്. എവിടെന്നോ ഒരു സ്കെൽട്ടൻ്റെ ശബ്ദം കേട്ടതുപോലെ അവിടെ ഒരു മൈനിങ് ഏരിയ ആണോ ഞാൻ കാണുന്നത്? അവിടെ ഞാൻ ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാണ് ഈ സ്ഥലം. അതിൻ്റെ ഫുഡും തീർന്നു. ഒരു നേരത്തെ അയണ വേണ്ടി എത്ര കഷ്ടപ്പെട്ട. ഒരു അയൺ കിട്ടിയ പോയടാ. എനിക്ക് വേണ്ടി ഒരു അയൺ. ഇത് ഇച്ചിരി ഇടഞ്ഞേറാവണ കേസാണെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം എനിക്കത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. വലിയ ഗുഹയാണ്. വലിയ അങ്ങ് കുത്തുമിന്നാറിനെ കണ്ട വലിയ ഗുഹ. 10 ദിവസമായി ഇതുവരെ ഞാൻ ഗുണമുള്ളൊരു കാര്യം ചെയ്തിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നീ വന്നിട്ട് കാര്യമില്ല. ചത്ത് അതാണ്ട് പറഞ്ഞ അടുത്ത നാശം. അല്ല പിന്നെ അവ ആരടുത്ത് കളിക്കണേ? ഇത് എടാ നിനക്കൊക്കെ നീന്നെ പറ്റിക്കാണോ? പറ്റിക്കണേ. അതാണ്ട് പറഞ്ഞ ബാക്ക് ചെയ്യുന്ന അതാണ്ട ചത്ത്. നിന്നെ കൊണ്ടൊരു ഗുണവും ഇല്ല. ഞാൻ ഇങ്ങനത്തെ ചെറിയ കേവി കയറുന്ന വെച്ചാൽ എനിക്ക് അയണ് വേണം. ഒരു അയണ് കിട്ടിയത് എനിക്ക് സാഡലുണ്ടാകാം. പണ്ട് കാര്യമില്ല. എൻ്റെ വില്ലേജ് അത് അവിടെയാണ് എൻ്റെ വില്ലേജ്. ഇവിടെയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോയി. ഇവിടെയെങ്കിലും ഒരു പീസ് അയണാടാ. ഒരു പീസ് അയൺ. ഇത് ഇച്ചിരി വലിയ കേവ്. സ്കെലട്ടൻ ചാവാനായിട്ട് വേണ്ടി മാത്രം ജനിച്ചതാണ്. ചത്തല്ല. വലിയ ആളവൻ എന്നെ കൊല്ലാൻ വന്നതാണ്. അവൻ്റെ പടം ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ച്. എൻ്റെ വില്ലേജ് അവിടെ ഏത് പൊസിഷനിലായിരുന്നു? 65. അത് മറന്നു പോകില്ലേ? എനിക്ക് എപ്പോഴും ചെറിയൊരു മറിയുമില്ല. ഓക്കെ, ഈ ഗുഹയ്ക്കകത്തൊരു കുന്തവും ഇല്ല. എന്താടാ ആണ്ട പറഞ്ഞടുത്ത് ബാക്കിൽ നിന്ന് വരുന്നു. വന്നാലെ കൊല്ലിഞ്ഞേ. എവിടെ ബാക്കില. ഗൈസ് ഞാൻ ചത്ത്. ഓടിക്കോ. നീ വയ്യ ചാവാൻ. എനിക്ക് ചാവാൻ വയ്യ. ഞാൻ മര്യാദക്ക് ഈ നാട് വിട്ടോളാം. 30 അതിൻ്റെ വില്ലേജ് താണ്ടോ. അതല്ലേ എൻ്റെ വില്ലേജ്. അയ്യോ ഗൈസ്, ഇന്നത്തെ ദിവസവും ഇന്നത്തെ വീഡിയോ ഒരു മാറ്റമില്ല. ഞാൻ പഴയ പോലെയൊക്കെയാണ് ചെയ്യണം. എടാ എൻ്റെ വില്ലേജ് പറ. ഞാൻ വില്ലേജിൽ നിന്ന് കുറേ ദൂരം വന്നു. ഇങ്ങോട്ട് തന്നെ എൻ്റെ വില്ലേജ്. എത്ര നേരം എത്ര നേരമായി ഇതുവരെ എൻ്റെ വില്ലേജ്. ഞാൻ ഒരുപാട് ദൂരം വന്നാടാ. ഇത് തന്നെ വഴി. അതെനിക്കറിയാണ്ട്. ഇങ്ങോട്ട് പോയ എൻ്റെ വില്ലേജ് കാണും. ഇവിടെ കാണൂല എൻ്റെ വില്ലേജ്. 10 ദിവസമായി. പന്നി തേഞ്ഞ് നോക്കണ്ട ഉണ്ണിയെ. തേഞ്ഞ് വലിച്ച്. അയ്യോ എൻ്റെ വില്ലേജ് പോയേ. ഇതെൻ്റെ വില്ലേജ് എവിടെ? ഫുഡില്ലടാ.
കുറച്ച് ദൂരം ഓടിക്കോട്ടെ. ഇവിടെ എവിടെ എൻ്റെ വില്ലേജ്? അയ്യോ എൻ്റെ വില്ലേജ് പോയോ. മുകളിലെന്തോ കാര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ എന്തോ പോലെ. എവിടെ എൻ്റെ വില്ലേജ്? ഇതൊക്കെ ഗെയിം. അയ്യോ എൻ്റെ വില്ലേജ് പോയി ഗൈസ്. എൻ്റെ വില്ലേജ് ഇവിടെ ആണ്. എൻ്റെ വില്ലേജ് പോയി. എവിടെയും കിട്ടുമായിരിക്കും. ഞാൻ തപ്പി അടുത്ത എപ്പിസോഡിൽ വരാം. ഇല്ലെങ്കിൽ ഞാൻ ചത്ത്. എന്തിരി ഐസേജാ? ഞാൻ വില്ലേജാണോ മാറിയത്? അത് ഞാൻ വില്ലേജിൽ കുറേ ദൂരം വന്നു. എനിക്കൊന്നും മനസ്സിലാവുള്ളതാണ്. സോംബി ഇതിൻ്റെ അപ്പുറത്താണ് എൻ്റെ വില്ലേജ്. എനിക്ക് ഉറപ്പുണ്ട് ഇതിൻ്റെ അപ്പുറത്താണ് എൻ്റെ വില്ലേജ്. ഞാൻ പറയണം ഇതിൻ്റെ അപ്പുറത്ത് എൻ്റെ വില്ലേജാണ്. ഈ വെള്ളം ഇതാ വെള്ളമല്ലല്ലോ. അയ്യോ എൻ്റെ വില്ലേജ് പോയേ. എവിടെ എൻ്റെ വില്ലേജ്? ഇവിടെ എവിടെയും കാണുന്നില്ല. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. എൻ്റെ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാമേ. ബൈ ബൈ. അയ്യോ എൻ്റെ വില്ലേജ്. ബൈ ഗൈസ്.